ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധിയും ബലവും യേശുവിനിൽ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനിൽ. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതിയും തന്നെ. പുതിയൊരു പാട്ടെനിക്കു മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനിൽ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. Moses, his deeds to the people of Israel. The Lord is compassionate and gracious, slow to anger, abounding in love. He will not always accuse, nor will he harbor his anger forever. He does not treat us as our sins deserve, or repay us according to our iniquities. For as high as the heavens are above the earth, so great is his love for those who fear him. As far as the east is from the west, so far has he removed our transgressions from us. As a father has compassion on his children, so the Lord has compassion on those who fear him. For he knows how we are formed, he remembers that we are dust. The life of mortals is like grass, they flourish like a flower of the field. The wind blows over it, and it is gone, and its place remembers it no more. But from everlasting to everlasting, the Lord's love is with those who fear him, and his righteousness with their children's children, with those who keep his covenant and remember to obey his precepts. The Lord has established his throne in heaven, and his kingdom rules over all. Praise the Lord, you his angels, you mighty ones who do his bidding, who obey his word. Praise the Lord, all his heavenly host, you his servants who do his will. Praise the Lord, all his works, everywhere in his dominion. Praise the Lord, my soul. അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവം, അനുഗ്രഹീതമായ സംവത്സരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തോട് നീ കൂട്ടിച്ചേർക്കുന്നതോട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നുവെന്നും അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം രക്ഷയുടെ നല്ല അനുഭവത്തെ ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ക്രിസ്മസിന്റെ രാവുകളിലൂടെയുള്ളതായ ഞങ്ങളുടെ ഈ ദിനങ്ങളിലെ യാത്ര എത്ര അനുഗ്രഹകരമായ ധ്യാനങ്ങളും ചിന്തകളും ഓർമ്മകളും ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളെ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് വീണ്ടും അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തതായ എത്ര നല്ല സുന്ദരമായ അനുഭവം. തമ്പുരാനെ,
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും സാഹചര്യങ്ങളും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് നീ അവിടുന്ന് പകർന്നു നൽകുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളാരും സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചവരല്ല, അതുമായി വന്നവരുമല്ല. എന്നാൽ ഞങ്ങൾ ജനിച്ച ദേശത്ത് ഞങ്ങൾക്ക് അനുഗ്രഹീതമായ മാതാപിതാക്കളെ നീ അവിടുന്ന് നൽകി. ദേശത്തിന് കൃപ തോന്നുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നീ അവിടുന്ന് മെനഞ്ഞു. ഞങ്ങൾ ചോദിച്ചിട്ടല്ല ഞങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നത്, മറിച്ച് തമ്പുരാന്റെ നിശ്ചയമായിരുന്നു. ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നീ എത്ര കൃപാലുവായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് നന്ദിയോടെ തിരിച്ചറിയുവാൻ തക്കവണ്ണം, അതിനോട് ഏറ്റവും നന്ദിയുള്ളവരായി നിലനിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സജ്ജമാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നതും അപ്രകാരം ജീവിതത്തിൽ ലഭ്യമായ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിറവുകളുടെയും നടത്തലുകളുടെയും സൗഖ്യത്തിന്റെയും വ്യത്യസ്തമായ എല്ലാ അനുഭവങ്ങളുടെയും നടുവിലൂടെ ലഭിച്ചതായ ദൈവ കൃപകൾക്ക് നന്ദി കരയേറ്റുവാൻ തക്കവണ്ണം ആകുന്നുവല്ലോ. പ്രിയ കർത്താവെ, പ്രത്യേകിച്ച് പ്രിയ ജോർജങ്ങളുടെ ധന്യമായ ജീവിതം കഴിഞ്ഞ 80 വർഷക്കാലം കർത്താവെ ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ തക്കവണ്ണം അനുഗ്രഹീതമായി കർത്താവിന്റെ കൃപകൾ അനുഭവിപ്പാൻ തക്കവണ്ണം നിന്റെ മകനെ നീ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നീ അവിടുന്ന് തുണയായി കൂടെയിരുന്നു. പകൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി കൂടെയിരുന്ന് പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഓരോ നാളും തിരിച്ചറിയുകയാണ്. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രിയ യോജനകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച നന്മകൾക്ക്, കൃപകൾക്ക് സ്തുതി സ്തോത്രങ്ങളെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിന്റെ മകൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം തക്കതായ ഒരു തുണയും അവിടുന്ന് നൽകി. പ്രിയ കുഞ്ഞുമോൾ ആന്റി കഴിഞ്ഞ 50 വർഷക്കാലം കുടുംബ ജീവിതത്തിന്റെ മഹിമയിൽ ഏറ്റവും അനുഗ്രഹത്തോടെ സാക്ഷ്യത്തോടെ നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് തുണച്ചു. തമ്പുരാന്റെ കൃപ എത്ര വലുതായിരിക്കുന്നു, നിന്റെ ദാനം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നിന്റെ മനസ്സലവ് എത്ര വിശാലമായിരുന്നു, നിന്റെ നടത്തിപ്പ് എത്ര പരിപാലനയുള്ളതായിരുന്നു, അവിടെ എടുക്കുവാൻ സഹായിച്ച തീരുമാനങ്ങളെല്ലാം എത്ര യുക്തമായിരുന്നു. ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി എന്ന് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇന്ന് നിന്റെ മക്കളെ അവിടുന്ന് സഹായിച്ചു, തുണച്ചു. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബ ജീവിതത്തിലൂടെ നിന്റെ മക്കളുടെ 50 വർഷക്കാലത്തെ ജീവിത യാത്രകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. ദാനമായി നൽകിയതായ കുഞ്ഞുങ്ങൾ ഇരുവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ജോബ്, ഇളയ മകൻ പ്രിയ ജസച്ചൻ ദൈവവേലയ്ക്ക് വേണ്ടി നൽകപ്പെടുവാൻ തക്കവണ്ണം, മകനെ പരിപാലനയുള്ളവനായി വളർത്തുവാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കുന്നു. നിറവുകളുടെ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ തമ്പുരാൻ നൽകിയതല്ലാതെ മറ്റൊന്നുമില്ല. നിന്റെ വേലയ്ക്ക് ആദര ശുശ്രൂഷ രംഗത്തും എല്ലായിടങ്ങളിലും തങ്ങളാൽ കഴിയുവോളം ഏറ്റവും അനുഗ്രഹകരമായ നല്ല തെരഞ്ഞെടുപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കളാൽ സാധ്യമാകുന്നതും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ ഏറ്റക്കുറച്ചുകളിലും അവിടുന്ന് കൂടെ ഇരുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് തന്റെ ജീവിതത്തിൽ 80 വർഷം പൂർത്തീകരിക്കുന്ന സന്തോഷവും കുടുംബ ജീവിതത്തിൽ 50 വർഷത്തിന്റെ നിറവുകളുടെ സാന്നിധ്യങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടും ഇന്ന് പ്രാർത്ഥനാ കൂട്ടമായി, സ്നേഹിതരായി, വിശ്വാസ സമൂഹമായി ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള ഈ സുദിനത്തിൽ ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന്
ഞങ്ങളും ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് വന്ദിക്കാം. വേദാന്ത ജാഗ്രതയോടുകൂടെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അർത്ഥപൂർണമാക്കി ജീവിപ്പാൻ തക്കോണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നൽകുന്നതാണ് ആയുസ്. ആയുസിന്റെ മേൽ ആർക്കും ഇതുവരെയും ഒരു കൃത്യത വെളിപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. തമ്പുരാൻ നൽകുന്ന ആ ആയുസിന്റെ അന്ത്യം വരെയും ഒരു മനമായി, ഒരേ സ്വരത്തിൽ, ഒരേ രാഗമായി, ഒരേ താളത്തിൽ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങൾ തുടരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ദൈവത്തിന്റെ കൃപകളിലൂടെ വളർത്തി ഏറ്റവും അനുഗ്രഹകരമായി ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏറ്റവും പാനപാത്ര വാഹകരായി നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർജറിക്ക് ശേഷം വിശ്രമ ജീവിതത്തിലായിരിക്കുന്നവരുണ്ട്. ദൈവം എത്ര വലിയവനാകുന്നു, എത്ര സൗഖ്യദായകനാകുന്നു എന്ന് ഈ നാളുകളിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നാം ഓരോരുത്തരും രുചിച്ചറിയുന്നവരാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെ നാം ഈ നാളുകളിൽ കടന്നു പോവുകയാണെന്നുണ്ട്. കടന്നു വരുന്നതായ തണുപ്പിന്റെ കാഠിന്യമേറിയ അനുഭവങ്ങളിൽ കടന്നു പോകാതെ നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ കാരുണ്യവും കൃപയും അവന്റെ നിഴലും എല്ലായ്പ്പോഴും നമുക്ക് ലഭ്യമാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട ചിന്നമ്മ ആന്റി പ്രാർത്ഥിക്കുന്നത്. ഇന്നയോളം ഈ കുടുംബത്തിന്മേൽ അവിടുന്ന് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തുതിക്കുന്നു. കുഞ്ഞോനെയും കുഞ്ഞുമോളെയും തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യോയ്ക്കും കുടുംബത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. നളിത്തൊടുത്ത കുഞ്ഞുങ്ങളെ അവിടുത്തെ ഇതപ്രകാരം വളർത്തിയെടുക്കുവാൻ അവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അച്ഛനെയും കൊച്ചുമേയും തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ അവിടുത്തെ നാമമഹത്വത്തിനും ദൈവമേ ഇടയാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ദൈവമേ അവരെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ കൃപയാൽ, അവിടുത്തെ കൃപയുടെ തണലിൽ ഓരോ ദിവസവും കാത്തു സൂക്ഷിക്കുന്നല്ലോ, നയിക്കുന്നുവല്ലോ. പോക്കിലും വരവിലും എല്ലാം അവിടുത്തെ കൃപയും സാന്നിധ്യവും കൊടുത്ത് ഇന്നയോളം നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇനിയും ധാരാളമായി വ്യാപിച്ച് അനുഗ്രഹത്തോടെ നിലനിൽപ്പാൻ തക്കോണം ആയുസ്സുള്ള കാലത്തോളം യഹോവയെ സേവിക്കുമെന്നതായ ദൃഢനിശ്ചയത്തോടും വിശ്വാസധീരതയോടും കൂടെ നിലനിൽപ്പാൻ തക്കണം അവിടുന്ന് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായത്തിൻ്റെതായ എല്ലാ അനുഭവങ്ങളിലും നീ ഒന്ന് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഇതുവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ജോയ്ക്കായി, സാറയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ 4 പേരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവയ്ക്കായി മാത്യുവിനായി, ജേക്കബിനായി, അബിഗയിലിനായി നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വളർച്ചയും അവരുടെ പഠനത്തിലും എല്ലാ ദൈവകൃപയിൽ മുതിർന്നവരുവാൻ തക്കോണം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജസ്റ്റിനായി, പ്രിയജസ്റ്റിന്റെ പരിശ്രമയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തിരുകൃപയുടെ മക്കളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളമായി നിന്റെ മക്കളുടെ മേൽ ചൊരിയണമേ. അവിടുത്തെ ധന്യതയിൽ അവിടുന്ന് കാത്തു പരിപാലിക്കുമാറാകണമേ. ശുശ്രൂഷ മേഖലകളിൽ നിന്റെ സാന്നിധ്യത്തോടുകൂടെ നിവർത്തിപ്പാൻ തക്കണം അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കുടുംബ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും പരിരസിപ്പാൻ തക്കണം അവിടെ സഹായിക്കണമേ. ഒരു പ്രാവശ്യങ്ങളെ മക്കളെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് അവിടുന്ന് നൽകുന്നതായിട്ടുള്ള അനുഗ്രഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിലനിൽപ്പാൻ തക്കണം കുടുംബം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലവണയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെല്ലാവരെയും നിറച്ചു പരിപാലിക്കണം. ജീവിതത്തിന്റെ സമസ്ത അനുഭവങ്ങളിൽ യഹോവ എനിക്ക് വലതുഭാഗത്ത് തണലായിട്ടുണ്ട് എന്നുള്ളതായ പൂർണ്ണമായ ബോധ്യവും ധൈര്യവും നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളൊന്നും ഓർക്കരുതേ, സകലം അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ. The Jubilarians, Kunyumol uncle and Kunyumol auntie, family members, friends, relatives, the faith community members, greetings to you all in the name of our Lord and Savior, Jesus Christ. May I read
a verse which is often sung and quoted at the time of wedding. Psalm 128. മലയാളത്തിൽ ഇങ്ങനെയാണ്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. Blessed are those who fear the Lord and walk according to his statutes. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 136-23 വാക്യം. Psalm 136:23. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ള. This is a blessed occasion that we all come together to celebrate, to pray, and to give thanks for a milestone in the life of a couple, and also a milestone moment in the life of the family member. 80 years. ഇന്നൊരു പക്ഷേ ദീർഘ ആയുസ് എന്ന് അതിനേക്കാൾ കൂടുതൽ ദീർഘായുസ് ഉണ്ടല്ലോ. ഒരു കാലത്ത് 80, 90, 70 ദീർഘായുസായിട്ട് കരുതും. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു, ഫുൾ മൂൺ കണ്ടു എന്ന് അഫോം ചെയ്യുകയാണ് when a person turns 80. ഭാഗ്യവാൻ. ഇത്രയും നാളത്തെ ജീവിതത്തെ ഓർക്കുമ്പോൾ ഇന്ന് സങ്കീർത്തനത്തിൽ നിന്ന് ജോ വായിച്ചതുപോലെ, bless the Lord, O my soul, and all within me bless his holy name. Bless the Lord, O my soul, and forget not his benefits. What are the benefits that we, as the faith community members or the members of the church, we receive from the source of life, that is God Almighty? We receive the breath of life that marks the beginning of our life. We receive all providence, and we receive the divine statutes and favor that one day we go back or merge with the source of life after finishing our race on this earth. So psalmist is well aware of life's different dimension. That is why when he says thanks, O my soul, forget not the benefits of the Almighty that he has showered upon us. ഇത് പറയാനൊരു കാരണം, പലപ്പോഴും ദൈവം തമ്പുരാനല്ല നമ്മളെ മറക്കുന്നത്, മറിച്ച് നമ്മൾ പലപ്പോഴും ദൈവത്തെ മറക്കുന്ന അനുഭവം. That is why the psalmist categorically say, "Oh my soul, there are chances that you forget the source of life, the author of life, the provider of life." അവൻ തന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് താങ്ക്സിന്റെ പാട്ടുകളൊക്കെയാ പാടി. ഒരു പാട്ടിങ്ങനെയാണ്, എല്ലാം എല്ലാം ദാനം അല്ലേ. ദാനം എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കാതെ കൊടുക്കുന്നതും കണക്ക് നോക്കാതെ സ്വീകരിക്കുന്നതുമാണ് ദാനം.
നമ്മൾ ചാരിറ്റി എന്നൊരു വാക്ക് അതിന് ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതിനെ വാരി എറിയുന്നത് ചാരിറ്റി ആയിട്ട് കരുതുന്നു. ഇറ്റ്സ് നോട്ട് ദാനം. ദാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതിനെ ഷെയർ ചെയ്യും. So when this blessed family thank God for the blessed 80 years, thank you Lord for the breath of life. Thank you Lord for all the providence. You are Jehovah Jireh. Thank you Lord for all the healing. You are Jehovah Rapha. Thank you Lord for all the statutes. Thank you Lord for the eternal destiny that we will be with you forever. കുഞ്ഞുവനങ്ങൾ 80 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ കുഞ്ഞുവനങ്ങളും കുഞ്ഞുമോൾ ആന്റിയും കൂടെ ഒരുമിച്ച് കുടുംബജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലി പൂർത്തീകരിച്ചു. അതൊരു വലിയ ബ്ലസ്ഡ് അനുഭവം. കുടുംബജീവിതത്തിലെ ദീർഘമായ ആയുസ് അതൊരു ബ്ലസ്ഡ് അനുഭവം. പലപ്പോഴും എന്തിനാണ് കുടുംബത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ക്രിസ്ത്യന്മാർക്കിട്ട് ചോദിക്കുന്ന, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന, ചിന്തിക്കുന്ന കാലയളവില്ല. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഇറ്റ്? ഒരുപക്ഷെ കർത്താവ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിനോട് ചോദിച്ചായിരുന്നു, കർത്താവ് പറഞ്ഞേ ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആദ്യം അങ്ങനായിരുന്നു. ഇത് ദൈവം തമ്പുരാനാണ് ആരംഭിച്ചത്. ദൈവത്തിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഒരു പർപ്പസ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേൾക്കാറുണ്ട്, ഭൂമിയിൽ ഒരു സ്വർഗം സ്ഥാപിക്കാനായിട്ടാണ് കുടുംബം. ശരിയാണ്. സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന വഴക്കുകളൊക്കെ സ്വർഗത്തിലുണ്ടോ? ഞാൻ ചിന്തിക്കുന്ന സ്വർഗത്തിലുണ്ട്. കാരണം God Almighty is in constant fight with the destructive forces and he is always alert. അച്ഛൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, നിതാന്ത ജാഗ്രത. പ്രാർത്ഥനയിൽ എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയില്ല. നിതാന്ത ജാഗ്രത ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ടാണ്. God is always alert, always alert. Psalm 136 ഇസ്രായേൽ മക്കളുടെ ഒരു ഫെയ്ത്ത് അഫർമേഷനാണ്. അവരതിന്റെ റിഫ്രൈൻ, ആ പാട്ടിന്റെ അനുപല്ലവി ഇങ്ങനെ പാടുന്നത്, ഹിസ് ലവ് എൻഡ്യൂറത്ത് ഫോറെവർ. അതിനകത്ത് ഒരു വാക്കാണ്, എൻ്റെ താഴ്ചയിൽ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കും. എന്തെങ്കിലും ഒന്ന് പറയാൻ നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ, ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞാലും ഒരു പക്ഷേ ഈ വാക്യം പറയും. C.G. അലക്സാണ്ടർ അച്ഛൻ സഭയുടെ വികാരി ജനറലാണ്, സഭാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു ആത്മകഥയാണ്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ചാപ്റ്റർ ഇങ്ങനെയായിരുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുള്ളത്. There were lots of ups and downs. There were lots of dreams and shattering of dreams. There were lots of deadlocks. We realized that there is no other God. This is the end. Where should I go, Lord? But God blesses us with a ray of hope. Looking upon it, we slowly learn to walk steadily, and day by day, we found the real purpose of God in our life. But there is a purpose behind each and every family, because it is divinely ordained. അല്ലറ ചില്ലറ കുറ്റവും കുറവുണ്ടെങ്കിലും ദൈവം തമ്പുരാന്റെ കൃപയാൽ അതിനെയൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് വാഹനം ഓടിക്കുന്നവരുമാണ് നമ്മൾ. ആരെങ്കിലും
വി ആർ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ സത്യക്കുറവുണ്ട് എന്ന് ഞാൻ വാസ്തവമായിട്ട് പറയും. ഒരുപക്ഷെ ഞാൻ പറഞ്ഞാലൊന്നും അങ്ങനെയല്ല. അതുപോലെ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. റിയൽ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതല്ല വി നീഡ് ടു പ്രിറ്റൻഡ്. അതൊരു സുഖമുള്ള പരിപാടിയല്ല. അഭിനയം സുഖമുള്ള പരിപാടി. എന്നാൽ പച്ചയായി ജീവിക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജം തരുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. 50 years തലമുറയെ കണ്ട് അവരുടെ നന്മയെ കണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ നന്മ കണ്ട് സന്തോഷിപ്പാൻ ദൈവം കുഞ്ഞുമോനെയും കുഞ്ഞുമോൾ ആന്റിയെയും ദൈവം സഹായിക്കും. Like early settlers of the city of Chicago, their life also was not smooth and steady. നിങ്ങളെല്ലാം പറഞ്ഞതെന്നാണ് ഞാൻ പറയും. Maybe from Kerala to Delhi, Rajasthan, then at Delhi, then to United States, and building up the family, involving in the church, having that passion of Marthoma, that spirit in the blood, like everybody, early settlers, be the part of this congregation. Now you are turned 80, the family turned 50. Golden Jubilee and 80 അഷ്ടമി എന്നാണോ 90 അല്ലെങ്കിൽ അവധി എന്ന് പെട്ടെന്ന് പറയാറ് വാക്കുകൾ കിട്ടുന്നില്ല. സോ ദൈവത്തിന്റെ വലിയ അനുഭവം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിതൊന്ന് ചിന്തിക്കുകയായിരുന്നു. കുഞ്ഞു മോനും കുഞ്ഞു മോളും ഒരുമിച്ച് അതൊരു നല്ല രസം. ഞങ്ങളുടെ ഒന്നും പേര് പോലെ തന്നെ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ. കുറച്ചുകൂടെ ഏജ് കഴിഞ്ഞവരാണെങ്കിൽ കൊച്ചുമോൻ കൊച്ചുമോൾ, അതൊക്കെ അന്നത്തെ പേരുകളാണ്, നല്ല നല്ല പേരുകളാണ്. ഞാൻ ഓർക്കുകയായിരുന്നു ദൈവം തമ്പുരാൻ എത്രയോ അനുഗ്രഹമായി മുമ്പോട്ട് നടന്നു. ദൈവത്തിന്റെ കുഞ്ഞുമോനും കുഞ്ഞു മോളുമായി ഈ 50 വർഷം കഴിഞ്ഞും ഇനി മൈൽസ് ടു ഗോ ബിഫോർ ഐ ബി സ്ലീപ് എന്നുള്ള ആ പാഷനോടുകൂടെ ദൈവത്തിന്റെ കൃപയിൽ നടപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ജോൺ ജോർജ്, സാറ, ഈവ, മാത്യു, ജേക്കബ്, Abhi, your presence is very precious. ഞാൻ നമ്മുടെ ഡോക്ടർ എഡിച്ച പുറകെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വാക്ക് കാണാൻ കൊടുത്തു. ഒരിക്കൽ ഡോക്ടർ ജോയോട് നിനക്ക് എവിടുന്നാണ് സമയം? ശരിയാ, ഈ ബിസി സ്കെഡ്യൂളിനിടയ്ക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇത്രയും ടൈം കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ ഈ കുടുംബം ഈ ഇടവകയ്ക്ക് നൽകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. Their active presence, their faith affirmation, they inherit necessarily from parents. So the parents need very big appreciation. And also, my friend Justina Kachuma. ഞാൻ അച്ഛനെ ആദ്യം ഒരു സെമിനാരി സ്റ്റുഡൻ്റ് ആയിട്ട് പരിചയപ്പെട്ടു. എനിക്ക് അമേരിക്കയിലെ പഴക്കമൊന്നും അറിയത്തില്ല. അദ്ദേഹത്തോട് ഇങ്ങനെ കൈ കാണിച്ചോ, ഹായ് ഹൗ ആർ യു, എന്നിട്ട് പറഞ്ഞങ്ങ് പോകുകയായിരുന്നു. 1-2 തവണ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ, എനിക്കത്തില്ലോ എന്ന് പറയാൻ. പിന്നെ മനസ്സിലായി ഇങ്ങനെ പറഞ്ഞങ്ങ് പോയെങ്കിലേ അമേരിക്ക പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് അടി കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ അതൊരു courtesy saying, hi, how are you? പ്രിയപ്പെട്ട അച്ഛന് സെമിനാരി പഠിക്കാനിരിക്കുമ്പോൾ അച്ഛനും അരുണച്ഛൻ
അദ്ദേഹം ഇപ്പോൾ പീറ്റേഴ്സ് സെന്റ് സ്റ്റീഫൻസ് മാത്രം ഇവരുടെ ബാച്ച്മേറ്റ്സ് നമ്മുടെ ജസ്വിൻ അച്ഛൻ ഒരുപാടൊക്കെ ഒത്തിരി നേരം ഈവനിങ് ടീ ടൈം സ്പെൻഡ് ചെയ്തത് ഓർക്കുന്നുണ്ട്. ഗാർഡനിങ്ങിൽ അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലൊക്കെ ഒരുമിച്ച് പോയതൊക്കെ ഓർക്കുന്നുണ്ട്. ജസ്റ്റിന കൊച്ചമ്മ സഭാ സെക്രട്ടറി കെ ജി ജോസഫ് അച്ഛൻ്റെ മകള് ആ ഒരു പൗരോഹിത്യ പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്ത ചെന്നൈ ഇടവകയിലും കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നു. അച്ഛൻ്റെ ഈ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിൽ അമേരിക്ക വന്നിട്ടാണ് മനസ്സിലാകുന്നത്. അമേരിക്ക ജനിച്ചോളുന്ന കുട്ടികൾക്ക് കോൺഫറൻസ് സെമിനാരി എന്ന് പറയുന്നത് ആക്ച്വലി യു നീഡ് ആൻ എക്സ്ട്രാ ഗ്രേസ് ടു വിത്ത്സ്റ്റാൻഡ്. ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നും, പക്ഷേ these people need an extra grace, totally different, very limited situation. Foodum is not limited on very limited situation, but without any grumbling. Achan finished his studies and did a commendable service in Goa, where my classmates also there, and Achan moved to here. And I could see a good development in skills as well as commitment in the faith journey of Achan. And everything that goes back to the legacy and the faith of this beloved father and mother, Kunyamananda and Kunyamal Andy. So, thank you so much for inviting us to read from your life. You are now a book we are all reading. So thank God for the blessed 80 years and 80 more years and blessed golden jubilee in the family life. ഒരുപക്ഷെ പറയാൻ പറഞ്ഞാലും ഈ വാക്ക് ചിലപ്പോൾ കൂട്ടിയും എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നത്തിങ് മോർ, നത്തിങ് എൽസ്, nothing less. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. So we the clergy of the parish, on behalf of our beloved P.T. Johnson Varghese Achan, and also Biju Achan and myself, and along with the area 10 members and all the faith community members and the invitees and family members, we wish you a many happy returns of the day of your wedding day, and also Kunyamanangal, many happy returns of the day of your birthday. So happy birthday and happy wedding anniversary. God bless you abundantly and be grateful. Thank you so much. Dear Abachi and Amachi, on this special occasion of your 80th birthday, Abachi, we celebrate the incredible blessing of your life. You have always been a source of wisdom, strength, and faith for all of us. Your prayers, love, encouragement, and support have guided us in countless ways. Psalm chapter 92, verse 14 reflects your life so beautifully. They will still bear fruit in old age. They will stay fresh and green. You continue to fill our lives with your love and wisdom. Abachi and Amachi, on the special occasion of your 50th wedding anniversary, I want to share a few words. I'm so thankful for you both, and I thank you so much for all you have helped us with, from calling every day to check up on us, bringing us amazing food all the time, and teaching us all how to be a better person overall. You guys have been such a key part in me and my siblings' lives. We are so grateful to have you as our Abachi and Amachi. Abachi and Amachi, thank you for always being there for us, caring for us, for all the delicious food you lovingly prepare, and for the unconditional love you show us, even when we aren't on our best behavior. Your care and kindness remind us every day of what it means to love selflessly and generously. We are so blessed to call you our Abachi and Amachi. Thank you for being the heart of our family and giving us so much to celebrate today.
We love you, Apache and Auntie. God bless you now and always. മമ്മി ഡാഡി എന്റെ വോയിസിന് അത്ര ശരിയല്ല. നമ്മുടെ പള്ളിയില് നല്ല ഒരു കാരൽ റൗണ്ടിങ്ങില് പാടി പാടിയുള്ള വോയിസ് പോയതാ. സോ അപ്പോളജൈസ്. പക്ഷേ മമ്മി ആൻഡ് ഡാഡി ഐ വാണ്ട് ടു സേ ഐ മീൻ താങ്ക് യു പറയാനൊന്നും ആവത്തില്ല. വെൻ ഐ തിങ്ക് അബൌട്ട് യു, ലൈക്ക് എന്റെ കൊച്ചുനാളില് when I was 9 years old, എന്റെ മമ്മി passed away. Then when I turned 23, my father passed away. ആ നഷ്ടത്തിലും പക്ഷേ ഇവിടെ വന്നിട്ട് ഡാഡി എന്നെ കണ്ടുപിടിച്ചു. അന്നേരം ഞാൻ ഓർക്കും ആ നഷ്ടത്തിലെല്ലാം ദൈവം എന്നെ കരുതുന്നുണ്ടായിരുന്നു. ഇവിടെ അമേരിക്കയിൽ ഒരു പേരൻസിനെ ഒരുക്കുന്നുണ്ടായിരുന്നു. സോ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാവുമെന്ന് ഞാൻ ഈ കുടുംബത്തിൽ വന്നിട്ടായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും നല്ലൊരു മകനെ എനിക്ക് വേണ്ടി ഒരുക്കി തന്നതായി ഞാൻ മമ്മി ഡാഡിക്ക് എത്ര നന്ദി പറയാനും മതിയാവത്തില്ല. ദൈവത്തിന് എത്ര നന്ദി പറയാനും മതിയാവത്തില്ല. ഇവിടെ മമ്മി ഡാഡിയുടെ വീട്ടിൽ വന്നേപ്പോ തൊട്ടി ഇന്ന് വരെ എനിക്ക് യാതൊരു രീതിയിലും ഫുഡിനോ സ്നേഹത്തിനോ കരുതലിനോ ഒരു ബുദ്ധിമുട്ടും ദൈവം ഞാൻ തന്നിട്ടില്ല. എന്നാൽ എന്റെ പേരൻസ് ഉള്ളപ്പം എനിക്ക് ചെറിയ ചെറിയ എന്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അച്ചാച്ചനും മമ്മിയും ഡാഡിയും ഈ കുട്ടികളൊക്കെ എന്റെ ലൈഫിൽ വന്നപ്പം എല്ലാവരും എന്നോട് ചോദിക്കും, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, ഡു യു മിസ് യുവർ പേരൻസ്, ഡു യു തിങ്ക് ദാറ്റ് യു ഷുഡ് ഹാവ് സിബ്ലിങ്സ്. പക്ഷെ ജെസ്സനും ചീനയും പിള്ളേരും മമ്മി ഡാഡി എല്ലാം കിട്ടിയപ്പം എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഇരട്ടി ദൈവം എനിക്ക് തന്നെ. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ദൈവം തമ്മിൽ വേറൊരു അച്ഛത്ത് എന്തോ വലുത് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഞാനത് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും. സോ എനിക്കത് പറയുമ്പോൾ എനിക്ക് വിഷമവും വരുന്നുണ്ട്. പക്ഷെ ഏത് പ്രയാസം ഉണ്ടായാലും ആരും തളരരുത്. ദൈവം തമ്മിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് നന്മ മാത്രമേ ദൈവം തമ്മിൽ ചെയ്തിട്ടുള്ളൂ. അത് പറഞ്ഞോട്ടെ. താങ്ക് യു മമ്മി ആൻഡ് ഡാഡി ഫോർ എവറിഥിങ് യു ആർ ഡൂയിങ്. Dearest Daddy and Mummy, we're so grateful for both of you. And when ഞാൻ എപ്പോഴും ജസ്റ്റിനോട് പറയും, as Stacey was also saying, God has blessed both of you so abundantly. ഞാൻ പലപ്പോഴും ഡാഡി മമ്മി ഞങ്ങളെ വിളിക്കുമ്പോൾ എപ്പോഴും കുറേ നേരം ഞാൻ പേരൻസിനോട് വിടുന്നതിനേക്കാളും ഡാഡി മമ്മിയോടും ആസ്ക് അബൌട്ട് സോ മെനി തിങ്സ്. കുഞ്ഞു കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ എത്ര ശ്രദ്ധാലുവായിട്ട് ഡാഡി മമ്മി ഹാവ് been so gracious and so blessed to just have them in our lives. And as the Bible says, that gray hair is a garland of blessing that the Lord has given. And I always see how Daddy and Mommy they will be praying for us. They'll be on their knees praying for their children, for their grandchildren, for people in the church, and for their love that often, it's such a blessing. And we see that how God is the one who has blessed them. And we are so grateful and we praise the Lord for you. And we know that the Lord has His hand and His grace over you, and He would guide and He would strengthen you. We pray for many years, and that may the Lord's hand of grace and His hand of mercy be over you, surrounding you, keeping you and blessing you. And we are so grateful as the Lord has guided each one of us. We pray the Lord will continue to guide you and strengthen you. Praise the Lord. God is good all the time. Amen. Respected Heavy Achin, Viju Achin, respected Daddy, Mommy, my dearly beloved family of Chicago Markham Church. I spoke many sermons throughout my life. Today I'm more nervous than usual. When I was sitting here, I looked at my Apple Watch. It was saying my heart rate shot up very much. I was thinking, why? Usually I'm okay. Saying many things, I have no problem, but I always am very heartfelt when I think of my parents. I used to, not in Chicago my church, but everywhere else I go, I used to talk about them a lot. Growing up, my first few years in the Waukegan house, I used to see my dad and mom beat my brother. I used to enjoy watching that very much.
I was too young for them to beat me up yet. But then after moving to Gurney, it was my turn. They started off with the Malayalam Patram. They rolled it up. They started giving me. I'm going to end the Malayalam Patram with My brother taught me English. He used the Chicago Tribune. Growing up later, from the newspaper, I was elevated to a stick. And behind every door of every room, there was a stick. And both of my parents, their temper are very different. They're both polar opposite, but they both love very equally. The reason why I share this with you is that all the discipline, every single upbringing that I have got, and also the sacrifices, they never lived a luxurious life. They suddenly go on vacation. They don't care about themselves, they care about us instead. They make sure that we study well, and they make sure that we are set. So all the discipline is where I am today. Each Sunday when I celebrate Holy Kurbana, when I wear the kappa, I think about the tears and sacrifice God has given to me, especially through my dad and mom. Their tears are more valuable than many kids if they have their Xbox or if they have their luxury stuff. They just shed their tears for me. That is what made me who I am. I'm grateful for my parents, I'm grateful for my brother and my sister. I don't have any in-laws, she's my sister. And I'm grateful for my kids. I don't have nieces and nephews. I have 4 wonderful kids. And I pray that God can continue to use them. Bless my parents, especially 18 graceful years. My parishioners in New Jersey, when I wished my dad 80 years, they're like, he looks 60, not 80. My mom likewise, she doesn't look 78, she looks also around 60. By God's grace, they age backwards. And even when they are but when I look at my parents, not at all, they age backwards. And I know God's grace is going to be there. On behalf of your whole family, Dad, happy birthday. Dad and Mom, happy anniversary. You are the best parents ever. God bless you. സമയത്ത് ഈ 80th ജൂബിലി എന്ന മലയാളം എന്തുവാണെന്ന് ഞാനതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ശതാബ്ദശേഷമൊന്നും അതിനകത്ത് അസ്തതീർത്ഥാർത്ഥം. എന്നാല് മെനഞ്ഞാണ് ഞാന് എവിടെയാണെന്ന് ഓർക്കുന്നില്ല, വായിച്ച കൂട്ടത്തിൽ ഇങ്ങനെ 80th-നും 90th-നും ഉള്ള ഒരു ജൂബിലി വേർഡായിട്ട് വായിച്ചത് 80th-ന് അഷമി എന്നും 90th-ന് നവമി നമുക്ക് പോപ്പുലറാണ്. അഷമി എന്നുള്ളൊരു വാക്ക് ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു വാക്കായിരുന്നു. അപ്പോ മുമ്പേ പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല, അത് തന്നെ. അപ്പോ 80ന്റെ നിറവ് നൽകുന്ന പ്രിയ കുഞ്ഞുമോൻ ചായൻ. കുഞ്ഞുമോൻ എന്നുള്ള പേര് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കുഞ്ഞുമോൻ, എന്റെ വീടിന്റെ താഴെ ഒരു കുഞ്ഞുമോൻ ചാനുണ്ടായിരുന്നു. ലിറ്ററലി അച്ഛൻ ഒരു കുഞ്ഞുമോനാ. ഞാനൊരു പേര് എനിക്ക് തോന്നുന്നു 80-നടുത്തായി കാണണം. 50ന്റെ നിറവിലൂടെ ഇവര് ഈ 80-ഉം 50-ഉം ഒക്കെ ആഘോഷിച്ചപ്പോ ഞങ്ങൾക്ക് എന്നോട് കൂടെ ചേരണമെങ്കിൽ ചേരാം, നമ്മള് എന്നാ ഇതൊക്കെയാണ് ആഘോഷിക്കുന്നത്. ചിലര് വളരെ സസൂക്ഷ്മം ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഇങ്ങനെ ബൈഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ. ആവട്ടെ, പ്രിയാച്ചൻ തന്റെ സന്ദേശത്തിൽ ഓർപ്പിച്ചതുപോലെ താഴ്ചയിൽ ഓർത്ത ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയേറ്റിക്കൊണ്ട് വിവാഹ വാർഷികത്തിന്റെ 50കളിലൂടെയുള്ള യാത്രകളിലും ജീവിതത്തിന്റെ 78-ഉം 80-ഉം നിറഞ്ഞു നിൽക്കുന്നതായ അനുഭവങ്ങളിലൂടെയും ദൈവം തുടർന്ന് ആയുസ് നൽകുന്നതോളം മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മക്കളെ ഇരുവരെയും
ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഡോക്ടർ ജോയെ ഇവിടെ വന്നാണ് പരിചയപ്പെട്ടത്. പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടെന്നും അദ്ദേഹം ഒരു ഡോക്ടറാണെന്നും ഈ സഹോദരനോട് ഞങ്ങൾ കൽക്കട്ടയിലായിരിക്കുന്ന സമയത്ത് പോയി അച്ഛൻ്റെ 4-ാം വർഷ സെമിനാരി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഏകദേശം 1.5 മാസക്കാലം. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ വളരെ ലക്ഷൂറിയസ് ലൈഫായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് വരുന്നതിന് മുമ്പ് ഓരോ സെമിനാരിയിൽ വരുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ ലിസ്റ്റ് കിട്ടും. അപ്പം കോട്ടയം സെമിനാരിയിൽ കിട്ടിയ ലിസ്റ്റിനകത്ത് 7 പേര് വന്നതിൽ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു മെന്റൽ ഹോസ്പിറ്റലുണ്ട്. അവിടെയുണ്ട് പ്രാക്ടിക്കൽ, ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ ആരെങ്കിലും നമ്മുടെ പരിധിയിൽ നിൽക്കാതെ വരുവാണെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നത്. പേഷ്യൻ്റായിട്ടല്ല, അവിടുത്തെ ഇൻമേറ്റ് ആയിട്ട്. അങ്ങനെ ജോയത്തിനെ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. കാരണം എനിക്കെന്ന് വരുന്ന ആളാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു പ്രയാസം പറഞ്ഞാൽ, കാരണം പിന്നെ കൊണ്ടുപോയി സൂ ചെയ്ത് നമ്മളെന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നാൽ അച്ഛൻ മിഷൻ പീരീഡിന്റെ എല്ലാ സാഹചര്യങ്ങളെയും വളരെ ഇന്നും ഞാൻ വന്നപ്പോഴേ എന്നോട് പറയുമായിരുന്നു, ഞാൻ ദോശക്കല്ല് വെച്ച് പൊള്ളിച്ചെന്നോ. ഞാൻ ഓർക്കുന്നത് ഈ മനുഷ്യന് വേണ്ടി ഞാനൊരു മൊസ്കിറ്റോ നെറ്റ് തപ്പിപ്പിടിക്കാൻ പറ്റുന്ന പാടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന നേരത്തെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴാണ് എലി കട്ട് ചെയ്ത 2 കിട്ടി. ഞാനത് കുട്ടിക്കെട്ടിയിട്ട് ഇവർക്ക് കൊടുത്തു. വേറെ 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവരെക്കായി കഷ്ടത്തിലാണ് ഞാനവിടെ താമസിക്കുന്നത്. ഞാൻ വിചാരിച്ചെന്നാൽ ഇദ്ദേഹം വലിയ പ്രയാസം പറയുകയാണെങ്കിൽ എന്റെ മുറിയിലോട്ട് കിടത്താം, അവിടെ ഒരു സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നു. ചോദിക്കേണ്ടി വന്നില്ല. എല്ലാ ദിവസവും വളരെ സന്തോഷത്തോടുകൂടെ നല്ല ഓർമ്മകൾ അച്ഛൻ എപ്പോഴും കാണുമ്പോൾ അത് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ 2 മക്കളെ ഈ പ്രിയ ദമ്പതികൾക്ക് നൽകി അനുഗ്രഹത്തോടെ അവരെ വളർത്തുവാൻ, മക്കളുടെ നന്മയും കൊച്ചുമക്കളുടെ ദൈവകൃപയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമാകുന്നല്ലോ. പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും അശ്വറിയുന്നു. ദൈവത്തിന്റെ കൃപ കൂടുതലായി ഈ സന്തോഷ സുദിനങ്ങളിലൂടെ അത് അനവരതമായി തുടരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ. താങ്ക് യു. Mommy, Daddy, I just wanted to quote a verse from the Bible. They were having a Thanksgiving prayer. I was inviting people and they asked, what's the special occasion? I said, it's a Thanksgiving prayer. And truly that's what it is. Proverbs chapter 20 verse 7 reads, the righteous lead blameless lives. Blessed are their children after. It's true. Whatever I have, just such and myself, whatever we experience in our daily lives, it's because of, I'm a doctor, so I'm going to use some medical terms, some bodily fluids. The tears and the sweat. Tears of my dad and mom's prayers and their sacrifice and their hard work allow me to be where I am today and do the things that I do today. And of course, it's because they're God-fearing and they've instilled that any blessing that we experience in our lives is because of the grace of God. So I'm very grateful that God has blessed us with God-fearing parents. മലയാളത്തിലേക്ക് പോലെ ചൊല്ലും ചോറും ഒന്നും വളർത്തില്ല. ഡാഡി 80 years ആണെന്ന് പറഞ്ഞാൽ ഞാനും ഒരു കാലത്ത് ഒരു പ്രൊസീജിയറിന് ഡാഡിയെ കൊണ്ട് പോയപ്പം the nurse there asked me, is this your brother? And I said, no. It's my father. Well, Daddyയുടെ 80th birthday celebrate ചെയ്യുമ്പം it's just a coincidence that they weren't here in August when they had their 50th anniversary. So we decided to celebrate it together because they're back here now with you all. And
it's only appropriate because കുഞ്ഞുമോനില്ലാതെ കുഞ്ഞുമോളില്ല, കുഞ്ഞുമോളില്ലാതെ കുഞ്ഞുമോനില്ല. അതുകൊണ്ട് ഇത് നന്നായെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ മമ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മി very simple. I always, every day there's not a day that I don't go without talking to them. Usually daddy is the one talking, mommy is a woman of few words. I speak to them every day at least for a minute. Mommy is very simple, humble. ഇപ്പോഴാണ് ഞങ്ങൾ ഈ ഷോപ്പുകളൊക്കെ ഈടം കാണുന്നത്. മുമ്പേ അതെല്ലാം മറച്ചു വെച്ചേക്കായിരുന്നു. ഞങ്ങൾ പുള്ളിക്കാട്ടിക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. But now, we're so fortunate. Thank you all for your prayers. I thank and praise God. At this time, I'd like to take this opportunity to congratulate both Daddy and Mommy and praise God for their lives. I'd also like to take this opportunity to thank our Achans, Ebiachan, Vijochan, for their presence, their guidance in helping us organize this. My fellow officers who helped us, the trustees especially, for making the basement available for us. Josie Chan, Binoy Chan, Monsi, Leeboy, Rajesh, for leading us with the songs, for Alvin for supporting us with the mic, for my friends from Area 10 who helped out a lot, Monsi, Suni, and Binoy Chan for helping us set up the basement last night, and all of our friends who are helping us with the food arrangements. I thank you. If I have forgotten anyone, I apologize. ഇത്രയും സ്നേഹം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്തപ്പോൾ മക്കൾക്കൊരാഗ്രഹം, മാതാപിതാക്കളെ പൊന്നാട അണിയിച്ച് ആദരിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് കടിഞ്ഞൂൽ പുത്രൻ ജോൺ സാർ, ഫോളോഡ് ബൈ സീമന്തപുത്രൻ. അച്ഛന്മാർക്കും വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി അവരുടെ നന്മയ്ക്ക്
ഡെഡിക്കേഷൻ കൊടുക്കാനും നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങുവാനും ദൈവകൃപയിൽ വളരുവാനും കർത്താവ് അവരെ സഹായിച്ചു. എല്ലാം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നമ്മുടെ പള്ളിയിലെ എല്ലാവരും അവർക്ക് വേണ്ടി കരുതിയ കൃപകൾക്കായും അനുഗ്രഹങ്ങൾക്കായും എല്ലാം നന്ദി പറയുന്നു. അച്ഛന്മാരുടെ എല്ലാം സഹായം ഉണ്ടായിരുന്നു. അതിൽ ഓരോ നിലയിൽ അവരായിത്തീരുമ്പോൾ അവരെ ഒക്കെയും അവരെ രീതിയിൽ മുന്നോട്ട് നീക്കുവാൻ തക്കോണം അതിനും സഹായിക്കും. എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇതുവരെയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ നയിച്ചു. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ സഹായിച്ചത് കൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ പലതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ അതുകൊണ്ട് വളരുവാനും അവരും അതേമാതിരി പിന്തുടരുവാനും ഇതുവരെയും സഹായിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം വരെ. ഇവിടെ വന്ന് കയറാൻ എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇവിടെ ഇതുപോലെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനകളൊക്കെ അറേഞ്ച് ചെയ്തതിൽ വളരെ സന്തോഷം. ഞങ്ങളിവിടെ വന്ന കാലങ്ങളിൽ ഞങ്ങൾക്ക് ആരും കൂടിയില്ലായിരുന്നു. ഡേഞ്ചറായിട്ട് ഇങ്ങനെ വന്ന് ദൈവം നമ്പരാൻ ഇത്രത്തോളം ഞങ്ങളെ കരുതി ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എപ്പോഴും എന്തോ പ്രശ്നങ്ങളുണ്ടായാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കഴിവോ കൊടുക്കോ സാമർത്ഥ്യമൊന്നുമല്ല. ദൈവം തന്ന നന്മകൾ ഇത്രത്തോളം അനുഭവിക്കാനൊക്കെ ഈ സാധിക്കും. സാധാരണ പിന്നെ ആദ്യമൊക്കെ കുഞ്ഞുവാൻ്റെ മക്കളെന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇപ്പോഴത് മാറിയിട്ട് അച്ഛൻ്റെ പേരൻസ്, ഡോക്ടറുടെ പേരൻസ് എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ആ രീതിയിൽ ദൈവം നമ്പരാൻ അവരെ വളർത്തി, ആ രീതിയിൽ വളർത്തുവാൻ അവരെ പരിശീലിപ്പിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് തന്ന കഴിവിലും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം കാര്യമായിരുന്നു. ഇതൊക്കെ ദൈവം തന്ന ദാനം മാത്രമാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് വളരെ അഭിമാനമാണ്. ദൈവം നമ്പരാൻ ഇത് ഇത്രത്തോളം ഞങ്ങളെ നടത്തി തുടർന്നു. കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് അവരുടെ ശ്രുതിയൊക്കെയും കാണുമ്പോൾ അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെയും ഞാൻ വളരെ പരിശ്രമിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അവർക്ക് 4 കൊച്ചുമക്കളുണ്ട്. വളരെ സന്തോഷം. എൻ്റെ ലൈഫ് വളരെ ഹാപ്പിയായിട്ടുള്ള ഒരു ലൈഫാണ്. എനിക്ക് യാതൊരു വിധമായ കംപ്ലൈൻറ്റും ഇല്ല. അമേരിക്കയിൽ വന്ന് മക്കളെ ഓർത്ത് വിഷമിക്കുന്നവർ പലരും കാണും. പക്ഷേ ഞങ്ങൾക്ക് അമേരിക്കയിൽ വന്നുകൊണ്ട് യാതൊരു ദോഷവും ദൈവത്തിനായി ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ആരുടെ അടുത്തും പറയുവാനും ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാവർക്കും അത് കാണുന്ന വളരെ സന്തോഷമാണ്. എൻ്റെ മക്കളെ കണ്ടാൽ അവരെ അമേരിക്ക വളർന്നാന്ന് നാട്ടിലുള്ളവരാരും പറയും. ആ രീതിയിൽ അവരെ വളർത്തിയെടുക്കുവാനൊക്കെയും ദൈവത്തിനെ സഹായിച്ചു. ഇത്രത്തോളം ദൈവം തന്ന എല്ലാ കരുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് ദൈവവിഭാഗം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നാമത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിനായി, അവരുടെ വിശ്വാസത്തിനായി, പ്രത്യാശയ്ക്കായി കർത്താവേ സ്തോത്രം. ഞങ്ങൾക്ക് അവർ നൽകി തന്ന വിശ്വാസത്തിന്റെ പാഠങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ പൂർത്തീകരിക്കുന്നു. കുഞ്ഞുമോനങ്ങളെയും കുഞ്ഞുമോൾ ആന്റിയെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കും. 80 വർഷം ആയുസ്സിൽ പൂർത്തീകരിപ്പാൻ, ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ 50 ആണ്ട് പൂർത്തീകരിപ്പാൻ ദൈവം കൊടുത്ത പ്രാഗൽഭ്യത്തിനായി നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയത്തിലേക്കുള്ളത് എന്ന ദൈവസന്നിധി ഇപ്പോഴും മടികൂടാതെ കൺഫസ് ചെയ്യുവാൻ എൻ്റെ മക്കളെയും അടിയങ്ങളെയും അനുവദിക്കുന്ന കൃപയ്ക്കായി യേശുവിനെയും പച്ചമ്മയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. അവിടെ നേരിട്ട ശുശ്രൂഷയ്ക്കായി ജീവിതാവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാറയ്ക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ 4 പേര് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളെ ഏവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ഇടവകയെ അനുഗ്രഹിക്കുക. കർത്താവിന്റെ കൃപ അടിയങ്ങളുടെ മേലുണ്ടായിരിക്കും. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി സ്തോത്രം. അത് തയ്യാറാക്കി നിന്റെ മക്കളെ അനുഗ്രഹിക്കും. മുഖാന്തരങ്ങളെ വാഴ്ത്തും. ഞങ്ങൾ ഭക്ഷിച്ച് ബലപ്പെടും. നിനക്കായി ജീവിപ്പാൻ, ഈ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കർത്താവെ, പരസ്പര പ്രാർത്ഥനയിൽ ശുശ്രൂഷിപ്പാൻ അവിടുന്ന് സഹായിക്കാൻ സ്തോത്രം. കടന്നു വന്ന ഏവരെയും അടിയങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. യേശുവിൻ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുരാജ്യം വരണമേ. തിരുവിശുദ്ധത്തിലെ ഭൂമിയിലോ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ രക്ഷിച്ചോളൂ. എന്തുകൊണ്ടാൽ ശക്തിയും മാത്രം വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധി കളങ്കം ഇല്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവും പുത്രനും പരിശുദ്ധവുമായ പ്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴുകയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യേക ആയുസിൽ 80 വയസ്സ് പൂർത്തീകരിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞുമോനോട് ക്രിസ്ത്യൻ കുടുംബജീവിതത്തിൽ 50th ആനിവേഴ്സറി ആഘോഷിക്കുന്ന കുഞ്ഞുമോനോട് ആന്റിയോട് പ്രിയപ്പെട്ടവരോട് ഇന്ന് എന്നേക്കും കർത്താവിന്റെ തേജസ്സുള്ള മടങ്ങി വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ.